ഫ്രണ്ട്സ്, ഇനിയുണ്ടല്ലോ നമ്മൾ കാട്ടിലേക്ക് പോവുകയാണ്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു ദിവസത്തെ പണി എന്തൊക്കെയാണെന്നുള്ളത് അറിയണ്ടേ. അപ്പം അതിനായിട്ട് നമ്മളെല്ലാവരും കൂടി കാട്ടിൽ ഇന്നിനിയിപ്പം മരം വെട്ടാനുണ്ട്, എന്തൊക്കെയോ പിടിക്കാനുണ്ട്, അങ്ങനെ കുറേ അധികം പണികളുണ്ട്. ബൈ ബൈ. അപ്പം ബൈ. നമ്മളുടെ ബെൽജിയംകാരും അതുപോലെ തന്നെ ഫ്രാൻസുകാരിയൊക്കെ മുമ്പേ പോയി. അപ്പം എന്നെ കാത്ത് എൻ്റെ കൂടെ ഉള്ളത് ആരാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലക്സാണ് കേട്ടോ. ഹേരുമൊക്കെ അവരുടെ കൂടെ പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് കുളിച്ചത്. ഇന്നലെ ചെളിവെള്ളമായിരുന്നെങ്കിൽ ഇന്ന് വെള്ളം നല്ല രീതിയിൽ ക്ലിയറായി ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ തന്നെ സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്കിനിയിപ്പം പുറത്ത് പോയി കഴിഞ്ഞ് കഷ്ടപ്പെട്ട് വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തൊരു മുങ്ങിക്കുളി കൂടി ആവശ്യമുണ്ട് കേട്ടോ. ഇനി നമ്മൾ കാട്ടിലേക്ക്, ഓൾറെഡി ഈ ഒരു വീട് കാടിൻ്റെ ഉള്ളിലാണ്, കഴിഞ്ഞ ദിവസം വന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇനിയിപ്പോൾ യഥാർത്ഥമായിട്ടുള്ള ഘോരവനത്തിലേക്ക് നമ്മൾ വീണ്ടും കയറി തുടങ്ങുകയാണ്. ഇവരൊക്കെ ഉണ്ടല്ലോ ഓരോ ദിവസവും രാവിലെ പണിക്ക് പോകുന്നത് ഈ ഒരു കാട്ടിലേക്കാണ് കേട്ടോ. നമ്മളുടെ അപ്പൂപ്പനും ആ ഒരു അമ്പും വില്ലും പിന്നെ കത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളുടെ കൂടെയുണ്ട്. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ, എന്തെങ്കിലും മൃഗങ്ങളൊക്കെ ഒന്ന് പിടിക്കണ്ടേ. അപ്പം ഇനിയിപ്പോൾ ഇവരുടെ പണി എന്താണെന്ന് പറയാം. കാട്ടിൽ നിന്നുള്ള കാട്ടുവിഭവങ്ങൾ, അതുപോലെ തന്നെ മൃഗങ്ങളെ ഹണ്ട് ചെയ്യുക, പിന്നെ മീനുകളെ പിടിക്കുക, അങ്ങനെയുള്ളതൊക്കെയാണ് ഇവരുടെ ഓരോ ദിവസത്തെ പണി എന്ന് പറയുന്നത്. പിന്നെ ഇതുപോലത്തെ കൊട്ടകളും മറ്റ് സാധനങ്ങളൊക്കെ ഇവരുണ്ടാക്കും. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെയും ഇവർ കാടുകളിൽ പോയാണ് കേട്ടോ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ മഷ്റൂമാണ് കേട്ടത്, നമ്മളുടെ കൂണ്. അതായത് ഈ കൂണൊക്കെ ഇവർ വീട്ടിൽ കറി വെക്കുന്നതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കിട്ടുമ്പം ഇതിങ്ങനെ പറിച്ചെടുക്കും. ഇതാണ് നമ്മളുടെ അലക്സ്. മഷ്റൂം. ഓക്കെ, ഓക്കെ, മെന്തബായ് ഭാഷയിൽ ഞേബ്രു എന്നാണ് മഷ്റൂമിന് പറയുന്നത് കേട്ടോ. പോകുന്ന വഴിയുണ്ടല്ലോ ഒട്ടും നല്ല വഴിയല്ല ശരിക്കും. ഇത് വന്നിട്ട് ചതുപ്പ് നിലമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്രോസിനായിട്ട് ഇവർ ഈ കൊമ്പിട്ടിട്ടുണ്ട്. ആ ഒരു മരത്തെ ചവിട്ടി വേണം നമ്മൾ ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഇച്ചിരി ടാസ്ക്കാണ്. അപ്പോൾ ഞാനും അങ്ങനെ ചവിട്ടിയാണ് പോകുന്നത്. ഈ തേവുത്താലിയ. ഓക്കെ, ഈ മുമ്പിൽ പോകുന്ന അപ്പൂപ്പൻ്റെ പേര് അങ്ങനെയാണ് കേട്ടോ, തേവുത്താലിയ. ഇദ്ദേഹമാണ് ഈ ഒരു കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആൾ എന്ന് പറയുന്നത്. കണ്ട, അവർ പക്ഷേങ്കിൽ ഗംബൂട്ടോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല, വെറും ആ ഒരു കാലുകൊണ്ടാണ് ചവിട്ടി നടക്കുന്നത്. പക്ഷേ എന്നെ നോക്കുങ്ങൾ ഗംബൂട്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നടക്കുന്നത്. അവരെ സംബന്ധിച്ച് വർഷങ്ങളായിട്ടുള്ള ശീലമാണ്. സോ അവർക്ക് ഇതൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഈവൻ കാലിൽ എന്തെങ്കിലും ചെറിയ മുറിവുണ്ടായെങ്കിലും, കാരണം ഓൾറെഡി അവർക്ക് രോഗപ്രതിരോധ ശേഷിയൊക്കെ ഉണ്ട്. നമ്മളുടെ കേസിൽ അങ്ങനെയല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രൊട്ടക്ഷനൊക്കെ എടുത്തിട്ട് നടക്കുന്നത്. ഓക്കെ, ഇടയ്ക്ക് കാലൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കുഞ്ഞരുവികൾ വരും. അപ്പം ഇതെല്ലാം കാട്ടി നൽകി വരുന്നതാണ്. അതിൻ്റെ അകത്ത് നമുക്ക് നമ്മളുടെ കാലൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കിയിട്ട് വീണ്ടും ചെളിയിലേക്ക് ചവിട്ടി കയറാൻ കേട്ടോ. അല്ല, വലിയ മരങ്ങൾ ഈ ഒരു കാട്ടിൻ്റെ ഇങ്ങോട്ടേക്ക് കയറിയപ്പോഴത്തേക്ക് നമ്മൾ കണ്ടു തുടങ്ങി. അലക്സ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് ട്രീ? കാത്തൂക്ക. ഓക്കെ, കാത്തൂക്ക എന്നാണ് കേട്ടോ ഈ ഒരു മരത്തിന് പറയുന്നത്. ഓക്കെ, ഇവർ വീട് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു കാട്ടിൽ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു മരമാണ് ഇത്. അതിൻ്റെ ചെറുതാണ് ശരിക്കും. ഇതിൻ്റെ അകത്ത് ഇതുകൊണ്ടാണ് ഇവർ ആ ഒരു വീടിൻ്റെയൊക്കെ, നിങ്ങൾ രാവിലെ ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു, അപ്പോൾ ആ വീടിൻ്റെ സാധനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് മഴയൊക്കെ ലഭിക്കുന്ന മഴക്കാടുകളാണ്. അപ്പം അങ്ങനെയുള്ള കാട്ടിൽ നല്ലപോലെ വെള്ളം വേണ്ട തരത്തിലുള്ള ചെടികൾ മരങ്ങളും ഒക്കെയാണ് ഇവിടെ ഉണ്ടാവുക കേട്ടോ. ഓക്കെ, ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ കാട്ടിലോട്ട് പോകുമ്പോൾ കയ്യിൽ അമ്പും വില്ലും കൂടാതെ ഒരു പുക കണ്ട, ഒരു കമ്പിലിങ്ങനെ ആക്കിയിട്ടുള്ള ഒരു പുക ഇങ്ങനെ അതിങ്ങനെ കത്തിച്ചിട്ട് അതിൻ്റെ പുകയും കൊണ്ടാണ് അകത്തോട്ട് കയറി പോവുക. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളുടെ കൊതുക്, അതുപോലെ തന്നെ പാറ്റ, ഈ കടിക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, അതുങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ആ കയ്യിൽ കത്തിച്ച് പിടിച്ചേക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മളുടെ തെങ്ങിൻ്റെ ഇതില്ലേ മടല്, ആ മടലാണ്.
ഇവിടെ വന്നപ്പോഴത്തേക്കും കാടിൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറി. നല്ല നിബിഡമായ മരങ്ങളും കുറ്റിച്ചെടികളും പിന്നെ ചെറിയ ചെറിയ അരുവികളും ഒക്കെ ആയിട്ട് യഥാർത്ഥമായിട്ടുള്ള ആ ഒരു കാട്. ഇതുണ്ട്, ഇതിലേ ഒരു അരുവി ഒഴുകുന്നുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടി കുറച്ചും കൂടി വലിയൊരു പുഴ ഒഴുകുന്നുണ്ട്. ഈ പന ഐറ്റത്തിൽപ്പെടുന്ന ആ ഒരു തരത്തിലുള്ള മരങ്ങൾ ഈ ഒരു ഭാഗത്ത് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ നമ്മൾ നേരത്തെ കണ്ട നല്ല ഹൈറ്റ് വെക്കുന്ന ആ ഒരു മരമേ എന്നാ പോക്കാന്ന് പോയെന്ന് നോക്കി ഞങ്ങൾ തെങ്ങ് പോലെ ഒറ്റ തടിയിൽ അങ്ങനെ പോയേക്കുക. ഇവിടുത്തെ മണ്ണ് നിങ്ങൾ കണ്ടില്ലേ, സ്റ്റിക്കി ആയിട്ടുള്ള ഈ കല്ലിനൊന്നും പ്രത്യേകിച്ചൊരു കടുപ്പൊന്നും ഇല്ലാത്ത ടൈപ്പ്. ഈ ഒരു ടൈപ്പ് കണ്ടോ, തൊട്ടാൽ തന്നെ പൊട്ടിപ്പോകുന്ന ടൈപ്പ്. ഈ ചുണ്ണാമ്പ് മണ്ണില്ല, ഏകദേശം അതുപോലൊക്കെ ഫീൽ ചെയ്യുന്ന ടൈപ്പ് മണ്ണാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് അധികം ഉള്ളത്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് കയറ്റം തുടങ്ങി ഒരു കുന്ന് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചവിട്ടുമ്പം വേരുണ്ട്, ഈ വേരിലൊക്കെ ഉറപ്പിച്ച് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ തെന്നിപ്പോകാതെ മേലോട്ടേക്ക് വലിഞ്ഞ് കയറാൻ പറ്റും. ഇല്ലെങ്കിൽ തെന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ ആ കാണുന്ന പുഴയിൽ വീണ് കിടക്കും കേട്ടോ. അപ്പോൾ സൂക്ഷിച്ചും കണ്ട് നടക്കണം നമ്മൾ. നല്ല വഴുക്കലുള്ള നടവഴി, അതിൻ്റെ കൂടെ കുന്ന്, താഴെപ്പുഴ, ഇതൊക്കെ നോക്കി വീഴാതെ നടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരിച്ചിരി എഫേർട്ട് വേണ്ട സാധനമാണ് കേട്ടോ. കൂടാതെ കയറ്റം അത്യാവശ്യം നല്ല കുത്തനെയുള്ള കയറ്റമാണ്. എൻ്റെ പൊന്നോ. ഹായ്, നമ്മളുടെ ഹേരു ആൻഡ് ടീം എവിടെയുണ്ട്? അവർ ഈ മലയുടെ മേലെ കയറി നിൽപ്പുണ്ട് കേട്ടോ. My God. തമസാഗോ. ഓക്കെ, ഞങ്ങൾ മടുത്തു നിൽക്കുന്നത്. തമസാഗോ എന്ന് പറഞ്ഞിട്ടുണ്ട്, മടുത്തിട്ടില്ല എന്നാണ് കേട്ടോ. ഓ ഓക്കെ. There are 2 canoes already done. So now the third one up there. ഓക്കെ, ഇത് കണ്ടോ നിങ്ങൾ, ആ ഒരു മരം കൊണ്ട് ഇവർ തോണി, നമ്മൾ വന്ന തോണിയില്ലേ, ആ തോണി ഉണ്ടാക്കുന്ന ആ ഒരു മരം കൊണ്ടാണ്. So after they prepare from here, so how they will take to so they will pull them all the way together. We are in the same road. Do you remember when we passed the road there is a lock, they put lock. That's the ruler. ഓക്കെ, വരുന്ന വഴിക്ക് നമ്മൾ ഇങ്ങനെ ക്രോസിന് ആ ഒരു കൊമ്പ് ഇങ്ങനെ ഇട്ടേക്കുന്ന കാഴ്ച കണ്ടില്ലായിരുന്നോ? അത് ഇത് വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇവർ പ്രധാനമായിട്ടും ഇവിടുത്തെ തോണി നിർമ്മാണക്കാർ കൂടിയാണ്. ഈ കാണുന്ന മരം കണ്ടോ നിങ്ങൾ, ഇതാണ് കറക്കാര എന്ന് പറയുന്ന മരം. ഇതും ഇവർ കാനോ നമ്മളുടെ തോണിയും അതുപോലെ തന്നെ വീടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള മരമാണ്. യു വിൽ പ്ലാന്റ് അഗൈൻ? I plant again. ഓക്കെ. After to cut the 1 or 2 trees and then I plant more. ഓക്കെ. അത് ഇവിടെ ഉണ്ടല്ലോ ഈ മരങ്ങളില്ലേ, ഇവർ ഇതിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ മുറിക്കുന്ന മരങ്ങളില്ലേ, ഈ മരങ്ങൾ മുറിച്ചതിന് ശേഷം വീണ്ടും ആ മുറിക്കുന്ന ആൾ എത്ര ഇപ്പോൾ 2 മരമാണ് മുറിച്ചെങ്കിൽ അതിൻ്റെക്കാളും കൂടുതൽ അല്ലെങ്കിൽ ഇരട്ടി മരങ്ങൾ ഇവിടെ നടണം, അതിനെ പരിപാലിച്ച് കൊണ്ടുവരണം എന്നാണ് കേട്ടോ ഈ കാടിൻ്റെ നിയമമേ. അന്നേരം കൊള്ളാം. ഞാനിവിടെ കഥയും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ അവരൊക്കെ പോയി. അയ്യോ, ഞാൻ ഈ കാട്ടിൽ ഒറ്റയ്ക്കായി, എന്നെ ഇട്ടിട്ട് പോവല്ലേ. ഇല്ല, പോയിട്ടില്ല. ഇവിടെയുണ്ടോ? ഇവിടെ കണ്ടോ നിങ്ങൾ, ഈ ഒരു മരം ഓൾറെഡി വെട്ടിയതാണ്. അന്നേരം ഇപ്പം അതിനോട് ചേർന്ന് തന്നെ ഇത് കണ്ടില്ലേ, ഇവിടെ 1, അതുപോലെ തന്നെ 2, ഈ കാണുന്നതൊക്കെ ഇവർ നട്ട മരമാണ് കേട്ടോ. സെയിം സാധനം. ഇവിടെ ഈ വീണ് കിടക്കുന്ന മരത്തിൻ്റെ ഇല കണ്ടെങ്കിൽ ഒരു പ്രത്യേക ആകൃതിയിലുള്ളൊരു സാധനം. നല്ല രസമുണ്ട് ഇതിങ്ങനെ നിലത്ത് വീണ് കിടക്കുന്ന കാഴ്ച കാണാനായിട്ട്. ഈ കാട് ഇവരെയൊക്കെ സംബന്ധിച്ചുണ്ടല്ലോ, ഇവരുടെ ഒരു നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. ശരിക്കും ഇവരെയൊക്കെ വളർത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാടാണ്. ഇവരുടെ ജീവിതം തന്നെ ഈ ഒരു കാടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഈ കാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ മാക്സിമം ഇവരെ കൊണ്ട് പറ്റുന്നത് ചെയ്യുവേ. നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ നടന്ന് ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേർന്നു. അതായത് ഇവിടെയാണ് ഇവർ മരം വെട്ടിയിട്ട് പുതിയൊരു തോണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവരിവിടെ ഉണ്ടല്ലോ പണി തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ല നിങ്ങൾ, അവിടെ ഒരു മരം മുറിച്ചിട്ടേക്കുന്നത്, ആ മരമാണ് വെട്ടി തോണിയാക്കുന്നത്. അത് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അങ്ങനെ മുറിച്ചിട്ട മരത്തിനെ ആദ്യമേ ഇവർ അകത്തു നിന്നും തുറന്നു തുടങ്ങുകയാണ് ചെയ്യുന്നത് കേട്ടോ. നോക്കിയാൽ നല്ല ഫിനിഷിങ്ങോടെ തന്നെയാണ് തുറക്കുന്നത്. മൈച്ചെമി എന്ന് പറയുന്ന ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മരമാണ് ഇവർ വെട്ടിയിട്ട് ഇങ്ങനെ ഇപ്പം ഈ ഒരു തോണി ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്.
ഇതിപ്പോൾ ഉണ്ടല്ലോ 5 ദിവസം കൊണ്ടാണ് ഇവർ മരം വെട്ടി ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുത്തത്. ഇനിയും പണിയുണ്ട് ഇതിൻ്റെ ബാക്കി. ഒരു 3 ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 or 4 ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുഴുവൻ പണിയും പൂർത്തിയാകും. അതായത് ഒരു 7 ദിവസം അല്ലെങ്കിൽ 8 ദിവസം കൊണ്ടാണ് ഇവർ മരം വെട്ടി ഇതുപോലത്തെ ഒരു തോണി ഉണ്ടാക്കിയെടുക്കുന്നത്. ഹോഗുഡ് എന്ന് പറയുന്നത് ഇതുണ്ട് നമ്മളുടെ ഈ ഒരു കൊടാലി പോലുള്ള സാധനത്തിൻ്റെ അതുകൊണ്ടാണ് ഇവരിതിനെ കൊത്തി ഷേപ്പാക്കി എടുക്കുന്നത്. അത് നല്ല മിനുസത്തിൽ ചെത്തി എടുക്കുകയെ. ഇത് ശരിക്കും ഉണ്ടല്ലോ ഈ ഒരു ഇരുമ്പിൻ്റെ ഉളി പോലുള്ള ഒരു ഭാഗം അത് മരത്തിൻ്റെ ഇതുണ്ടോ ഈ ഒരു കൊമ്പിലേക്ക് കണക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവർ വളരെ ഈസി ആയിട്ട് ഇതിനെ കൊത്തി മെരുക്കി സെറ്റാക്കി എടുക്കുന്നത്. ഇവിടെ ഉണ്ടല്ലോ അവർ ആ ഒരു കൊടാലി കെട്ടിയെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതുണ്ടെങ്കിൽ ആ ഒരു മരത്തിൻ്റെ അകത്ത് എന്തോ ഒരു തൊലി, ആ ഒരു തൊലി ചുറ്റിയിട്ട് അതിനുള്ളിലേക്ക് ആ ഒരു തൊലി പോലത്തെ അത് കുത്തിക്കയറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പനയുടെ ഇല കണ്ടില്ല നിങ്ങളെ വലിയ ഇല, അതിങ്ങനെ പറിച്ചിട്ട് അതിങ്ങനെ കുത്തി വെച്ചിട്ടാണ് കേട്ടോ ഇവരിവിടെ ഒരു ഷെയ്ഡ് പോലെ ഉണ്ടാക്കിയേക്കുന്നത്. ഒന്ന് ചെടി വളർന്നു നിൽക്കുന്നതല്ല. ഇതാ ഇവിടെയും അതുപോലെ തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ അപ്പനുണ്ടല്ലോ ഇവിടെ വന്നിരുന്നതിന് ശേഷം ആദ്യമേ ഇവരുടെ ആ ഒരു ചിരുട്ടുണ്ടല്ലോ ചിരുട്ട് ഉണ്ടാക്കുകയാണ്. പുകയില അത് നമ്മളുടെ വാഴയിലയില്ല, ഇത് കണ്ടങ്ങൾ വാഴയില, അത് നൈസായിട്ടുള്ള വാഴയിലാണ്, എന്തോ ഒരു പ്രത്യേകതരം വാഴയാണെന്ന് തോന്നുന്നു. അതിൻ്റെ അകത്താണ് ചുരുട്ടിയെടുക്കുന്നത്. ആ ചുരുട്ടാണ് ഇവിടെയുള്ളവർ വലിക്കുന്നത് കേട്ടോ. ഇവരുണ്ടല്ലോ ഈ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് മരം കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവർക്ക് പൂജയുണ്ട്. ആ ഒരു പൂജയ്ക്കൊക്കെ ശേഷമാണ് ഇവർ ഈ ഒരു മരം കട്ട് ചെയ്യുന്നത്. ഇവിടെയുള്ള ആളുകളുടെ ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു റിലീജിയൻ എന്ന് പറയുന്നത് ആറത് സാബൂലിങ്ങാം എന്നാണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ആ ഒരു വിശ്വാസപ്രകാരം ഇവർ ഒക്കെ ആദരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതി ശക്തികളെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യുന്നതിനൊക്കെ മുമ്പായിട്ട് ഇവർക്ക് ഇതുപോലുള്ള പൂജാ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാർച്ചിനുണ്ടല്ലോ വന്നപ്പം മുതൽ ഇതാ ഇതിൻ്റെ അകത്ത് പണിയുന്നതാണ്. അപ്പോൾ പുള്ളി ഓൾമോസ്റ്റ് യു ബിക്കം ആൻ എക്സ്പെർട്ട് റൈറ്റ്. ഇനിയിപ്പോൾ മൈ ടേൺ. ഓരോരോ ആൾക്കാർ ഇങ്ങനെ ഇത് ചെയ്യിക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു യാത്രയുടെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ്, ഇതൊക്കെ ഒരു ഭാഗമാണ് കേട്ടോ. വരുന്ന ആളുകൾക്കും ഇഷ്ടമാണ് ഇതൊക്കെ കൊണ്ട് എങ്ങനെയാണ് ഇത് കൊത്തുന്നതെന്നൊക്കെ കൊത്തി പഠിക്കാനൊക്കെ. കണ്ടില്ലേ നിങ്ങൾ, ഇതൊക്കെയാണ് കേട്ടോ ഓരോ നാട്ടിലെ ഓരോരോ കാഴ്ചകൾ, അനുഭവങ്ങൾ. ഇനിയിപ്പോൾ ഞാനിതാ ഈ ഒരു വാട്ട് ഈസ് ഇറ്റ്സ് കോൾഡ് ഹോഗുഡ്. ഓക്കെ, ഹോഗുഡ് വെച്ചിട്ട് ഈ സാധനം എങ്ങനെയാണ് കൊത്തുന്നത് എന്നുള്ളത് ഇത് അത്രയ്ക്ക് ഈസി ഒന്നുമല്ല. അതിന് പുറകിലുണ്ടല്ലോ അലക്സ് വന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആവേശാക്കി കുച്ചു കുച്ചു ഹോത്തായ പാട്ടാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ പാടിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് കൊത്തിയപ്പോൾ തന്നെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ്. എന്തായാലും കുഴപ്പമില്ല, നമ്മളിങ്ങനെയൊക്കെയാണല്ലോ ഓരോരോ പണികൾ പഠിക്കുക. ഇനിയിപ്പം ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കാമല്ലോ. ഇവിടെ ഉണ്ടല്ലോ ഈ പറയുന്ന ആയുധത്തിലൊരു വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ അവിടെ വലിയ കട്ട്, വലിയ ഷേപ്പൊന്നും ഇല്ലാതെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വലിയ ടൈപ്പ് സാധനം, അതുപോലെ നല്ല ഫിനിഷ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ചെറുത് സ്മോൾ വൺ ഇതുമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ഫിനിഷിങ് അവിടെ മുതൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം പുള്ളിക്കാരനാണ് ആ ഒരു പണി ചെയ്യുന്നത്. അതിഗംഭീരമായിട്ടുള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ. കുറച്ച് നേരം ഇനിയിപ്പോൾ ഇരിക്കട്ടെ, അവരവിടെ താഴെ പണിയെടുത്തിട്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ചൂടാണ് കേട്ടോ ഇവിടെ.
എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ ഇതൊരു ഭൂമധ്യരേഖയുടെ ഏകദേശം അടുത്തുള്ള പ്രദേശമാണ്. അപ്പോൾ തന്നെ ചൂടിന് കട്ടി കൂടും. പിന്നെ ഇന്ന് നല്ല സണ്ണി ഡേ ആണ്. ഇവിടെയും ആ ഒരു ക്ലൗഡ് കാര്യങ്ങളൊന്നുമില്ല. എന്നാലും അത് നമ്മളെ സംബന്ധിച്ച് കാട്ടിൽ നടക്കാൻ ഇറങ്ങുമ്പോൾ നല്ലൊരു കാര്യമാണ്. പിന്നെ നടന്ന് ക്ഷീണിച്ച് വേർത്ത് വന്നതല്ലേ, ആ ഒരു ബനിയനൊക്കെ ഊരിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ചെറിയ നല്ല തണുത്ത ഈ ഒരു കാട്ടിലെ മരങ്ങളെയൊക്കെ തഴുകിയുള്ള കാറ്റുകൂടി വരും കേട്ടോ. അതുകൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ്, സൂപ്പറാണ് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പ്യുവർ ഓക്സിജൻ. നമ്മൾ ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഇവിടെ കൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇനി താഴെ ഭക്ഷണം കളക്ട് ചെയ്യണമല്ലോ. ഇവർ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയണ്ടേ. അപ്പോൾ അത് കളക്ട് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം വായോ നമുക്കിനിയിപ്പം കാട്ടിൽ ഇവരുടെ ഭക്ഷണം എടുക്കാൻ വേണ്ടിയിട്ട് പോവാം. മെന്തവായിലെ ആളുകളുടെ ഒരു ദിവസത്തെ ജീവിതം എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ അറിയാനൊക്കെ ആയിട്ടാണല്ലോ നമ്മളിവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭക്ഷണം കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഒരു കാട്ടിൽ സർവൈവ് ചെയ്യണമെങ്കിൽ ആ ഒരു സാധനം ഇല്ലാതെ പറ്റത്തില്ലല്ലോ. അപ്പം അതിനു വേണ്ടി ആ ഒരു പ്രധാന കാര്യത്തിന് വേണ്ടി നമുക്കിനിയിപ്പോൾ കാടിൻ്റെ മറ്റൊരു ഭാഗത്തേക്കാണ് കേട്ടോ നടക്കാനുള്ളത്. നടക്കുന്ന വഴികൾ കണ്ടില്ല, നിങ്ങൾ കാല് വെക്കുമ്പം സ്ലിപ്പാകുന്ന രീതിയിലുള്ളതാണ്. സ്ലിപ്പായി താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് പോകും. അപ്പം സൂക്ഷിച്ചും കണ്ടും വേണം നമ്മൾ നടക്കാനായിട്ട്. ഇവരുണ്ടല്ലോ കാട്ടിക്കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇതിൻ്റെ നടക്കുന്ന വഴിയുടെ സൈഡിലുള്ള വള്ളികൾ അതുപോലെ തന്നെ മുള്ളൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കൊത്തി ഇങ്ങനെ മാറ്റും. അതിന് വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ എപ്പോഴും ഞാൻ വരുമ്പോൾ കാണിച്ചു തന്ന ആ ഒരു കത്തിയില്ലേ, ആ ഒരു കത്തി ഉണ്ടാകും കേട്ടോ. ഇവിടെ നിങ്ങൾ ഈ ഒരു വാഴയൊക്കെ കണ്ടോ, നോക്കി നിങ്ങൾ, തെങ്ങിൻ്റെ വലിപ്പമുള്ള വാഴ. എൻ്റെ പൊന്നെ, അപ്പോൾ വാഴക്കളിക്ക് എന്നാ വലിപ്പം ഉണ്ടാവും. This is also another type of rattan. I don't know the specific name, but this is still family of rattan. So this is as they make this for arrow. ഇതുണ്ടല്ലോ കാട്ടിൽ ഇവർ വേട്ടയാടുന്ന ആ ഒരു അമ്പ്, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ സാധനങ്ങളാണ്. അതായത് ഈ കാണുന്ന കൊമ്പില്ലേ, ഈ കാണുന്ന കൊമ്പ് കൊണ്ടാണ് ഈ പറയുന്ന ആരോ ഇവർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ശരിക്കും അതിൻ്റെ അറ്റത്ത് ഇതുണ്ടല്ലോ മെറ്റലിൻ്റെ ഒരു സാധനം കോർപ്പിച്ച് അത് സെറ്റാക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇത് അമ്പായിട്ട് മാറുക. ഈ അമ്പിൻ്റെ അറ്റത്തുണ്ടല്ലോ ഇവർ വിഷം തേച്ചിട്ടുണ്ട്. അപ്പം അത് ഈ ഒരു മൃഗങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കഴിയുമ്പോൾ മെൽറ്റായിട്ട് ആ ഒരു വിഷം മൃഗങ്ങളുടെ ഉള്ളിലേക്കാവും. അത് കഴിഞ്ഞിട്ട് അതുങ്ങളെ കൊല്ലും. അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പോയിസൺ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പോയിസൺ എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഉള്ളത് കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ഇത് അധികം മേത്തൊന്നും പറ്റിക്കാതെ കൊടുക്കാം. അതായത് വിഷം പുരട്ടിയ അമ്പുകളാണ് ഇവർ വേട്ടയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ കുരങ്ങനെയൊക്കെ ഇല്ലേ, കുരങ്ങനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇതേ അമ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. തോക്കും മറ്റു പരിപാടിയൊന്നുമല്ല കേട്ടോ. അപ്പം ഏകദേശം ഒരു 50 മീറ്റർ വരെയൊക്കെ ദൂരത്തിൽ അതിശക്തമായിട്ട് തന്നെ ഇവർക്ക് ഈ അമ്പ് വെച്ചിട്ട് ഇതുങ്ങളെ കൊല്ലാൻ, എനിമീസിനെ കൊല്ലാൻ പറ്റും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടില്ലായിരുന്നു നമ്മളുടെ ആ ഒരു തലയൊക്കെ വെച്ചേക്കുന്നത്. അതിങ്ങനെ ഇവർ വേട്ടയാടി പിടിച്ചു കൊണ്ടുവന്ന ആ ഒരു മൃഗങ്ങളുടെ തലയൊക്കെയാണ് കേട്ടോ. നമ്മളെ കയറി വരുമ്പം കണ്ടിട്ടില്ലായിരുന്നു, അതേ രീതിയിലുള്ള ചെളിയുള്ള മല തന്നെയാണ് തിരിച്ചിറങ്ങേണ്ടത്. കയറി വരുന്നത് പോലെയല്ല, തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. കാരണം തെന്നി വീഴാനുള്ള ചാൻസ് കയറി വരുന്നതിനേക്കാളും കൂടുതൽ ഇറങ്ങി പോകുമ്പോഴാണ് കൂടുതൽ എന്നാണ് ഹേരി പറയുന്നത്. പിന്നെ ഇതിന് വേറൊരു ടെക്നിക്കുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചവിട്ടുന്ന സമയത്ത് ഉപ്പൂറ്റി നിലത്ത് ആദ്യമേ ഉറപ്പിച്ച് ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെളിയിലേക്ക് ഉപ്പൂറ്റി അങ്ങനെ ഇരുന്നോളും. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, തെന്നൽ കുറവായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില ടെക്നിക്കുകൾ ഇതിൽ നടക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. ഇവരുടെയൊക്കെ ശരീരത്തിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ, എവിടെയും എക്സസീവായിട്ടുള്ളൊരു ഫാറ്റും ഇല്ല കേട്ടോ. എല്ലാവരുടെ ബോഡിയും സെറ്റാണ്, ഫിറ്റാണ്. ഇവിടെ ഇപ്പോൾ ഉണ്ടല്ലോ ഇതുണ്ടോ, ഇവർ കൊട്ടയൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് വള്ളിയില്ലേ, ആ ഒരു വള്ളി ശരിക്കും എന്താ ഇതുപോലുള്ള മരങ്ങളിൽ ഇങ്ങനെ വലിഞ്ഞു കയറി അങ്ങനെ ഉണ്ടാവും. അപ്പം അതിങ്ങനെ ഇവർ കളക്ട് ചെയ്യും. എന്നിട്ട് അതുകൊണ്ടാണ് ഈ കൊട്ട ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ആ ഒരു വള്ളിയാണ് ഇവരിവിടെ ഇപ്പം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഈ കാണുന്ന ഈ മുള്ളുള്ളതില്ലേ, മുള്ളുള്ളതും മറ്റൊരു വള്ളിയാണ്, രത്തൻ എന്നാണ് കേട്ടോ ഇതിന് ഇവർ പറയുന്നത്. ഇതും ഇവരുടെ
ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇത് സാധനങ്ങൾ കെട്ടാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇവരുടെ ഒരു ടാറ്റു ഇല്ല, ടാറ്റുവിൻ്റെ മേലെയുള്ള ആ ഒരു വരച്ചേക്കുന്ന വള്ളി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഫ്രണ്ട്സ്, സൂക്ഷിച്ചും കണ്ട് നടന്നില്ലെങ്കിൽ ഇത് കണ്ടോ, ഇതുപോലെ തലയിൽ വള്ളി കുടുങ്ങും. തൊപ്പി, എൻ്റെ തൊപ്പി കുടുങ്ങി, എൻ്റെ പൊന്നേ. ഇത് തൊപ്പി ഇല്ലെങ്കിൽ തലയിൽ കൊടുക്കേണ്ട സാധനമായിരുന്നു, ഭാഗ്യത്തിന് തൊപ്പിയിലാണ് കുടുങ്ങിയത്. ഇവരുടെ കൂടെ നിന്ന് കാടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുക്കണം എന്നൊരാഗ്രഹം അപ്പാടെ അവർ നിർത്തിയിട്ട് ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ നിങ്ങൾ, ഈ ഒരു വഴിയിൽ ക്രോസിന് ഇങ്ങനെ മരങ്ങളിട്ടേക്കുന്നത്, ഇത് നമ്മളുടെ ആ ഒരു തോണി ഉണ്ടാക്കിയതിന് ശേഷം വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഉണ്ടല്ലോ, ഈ കാണുന്ന നമ്മളുടെ സാഗു ട്രീ, അത് ഒരെണ്ണം ഡെഡായതാണ്, അത് ഉണങ്ങി തീർന്നു. അപ്പം ഇതിനിയിപ്പം ഇവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുറിച്ചിട്ടതിന് ശേഷം ഒരു 1.5 മാസമൊക്കെ കഴിയുമ്പം അതിൻ്റെ ഉള്ളിൽ ഇവർ കഴിക്കുന്ന ഒരു ടൈപ്പ് വേമുണ്ട്, പുഴു. ആ ഒരു പുഴു വളരും. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിനിപ്പോൾ മുറിച്ചിടാൻ പോവുക. അപ്പോൾ നേരത്തെ അവിടെ നിന്ന് ആ ഒരു വള്ളി എടുത്ത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുറിച്ചിട്ട് വലിക്കാനാണ് എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളൊക്കെ കൂടി വേണം അത് വലിച്ച് താഴെ ഇടാൻ വേണ്ടിയിട്ടും എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ആദ്യമേ അതിൻ്റെ കുരുക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം നല്ല ഉറപ്പുള്ള വള്ളിയാണത്. നൈസ്. അതിൻ്റെ തൊലി അങ്ങനെ കൊത്തി കളയും. കാരണം ആ ഉണങ്ങലിൻ്റെ വേഗത കൂട്ടാനായിട്ട് തൊലി അങ്ങനെ ആദ്യമേ കൊത്തിയെടുക്കും എന്നാണ് കേട്ടോ പറഞ്ഞത്. ശരിക്കും ഇങ്ങനെയുള്ള മഴക്കാടുകൾ നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അടിഭാഗം ഭയങ്കര ഉറപ്പായിരിക്കുന്നല്ലേ. ശരിക്കും അങ്ങനൊന്നുമല്ല കേട്ടോ. നല്ല ചെളിയായിരിക്കും ഇവിടെയുള്ള എല്ലാ മഴക്കാടുകളും. അപ്പം നടക്കാനൊന്നും അത്ര വലിയ എളുപ്പമോ ഈസിയൊന്നുമല്ല. ഇവിടെ പുള്ളി അതിൻ്റെ തൊലി ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു വലിയ വാക്കത്തി പോലത്തെ വടിവാൾ പോലത്തെ സാധനം വെച്ചിട്ട്. വീണില്ല. യെസ്. മരം മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ യൂസ് ചെയ്യുന്ന ടൈപ്പുള്ള ആ ഒരു കൊടാലില്ലേ, ആ ഒരു ടൈപ്പ് സാധനം ഇവരുടെ കയ്യിലുണ്ട്. അത് വെച്ചിട്ടാണ് ഇവർ മരം മുറിക്കുന്നത്. അപ്പം മുറിച്ചിടാനായിട്ട് തുടങ്ങുകയാണ്. ശരിക്കും ഉണ്ടല്ലോ, മരം മൊത്തത്തിൽ മുറിക്കുകയല്ല ചെയ്യുന്നത്. ഇത് കണ്ടോ നിങ്ങൾ, അതിൻ്റെ ഒരു സൈഡിൽ നിന്നൊരു ഭാഗം ഇങ്ങനെ മേലോട്ടേക്ക് ചെറിയ രീതിയിൽ പൊളിച്ചെടുത്തിട്ടുണ്ട്. അതിനിങ്ങനെ മേലേട്ട് ഇങ്ങനെ പൊളിച്ച് നമ്മൾ വലിക്കുന്നതനുസരിച്ച് പൊളിഞ്ഞ് വരും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇത് ഉണങ്ങിപ്പോകാനും അതുകൂടാതെ പുഴുക്കൾക്കും മറ്റും കൂട് കൂട്ടാനൊക്കെ വളരെ എളുപ്പമാകും കേട്ടോ. അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. വള്ളി അവിടെ കെട്ടുന്നുണ്ട്. അതിൻ്റെ ഒരറ്റം നമ്മുടെ കയ്യിൽ തരും. നമ്മളത് പിടിച്ച് അവിടെ നിന്ന് വലിക്കണം. വലിക്കുന്നതനുസരിച്ച് അവിടെ അതിൻ്റെ ഒരു പാടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം എല്ലാവരോടും വരൂ നമുക്ക് വലിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാക്സിമം ക്യാമറയൊക്കെ പിടിച്ചിട്ട് വലിക്കാണ്ടിരിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കട്ടെ. കാരണം ഞാൻ വലിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഈ വലിക്കുന്നത് നിങ്ങളെങ്ങനെ കാണും. അല്ലാതെ പണിയെടുക്കാൻ മടിച്ചിട്ടൊന്നും അല്ല കേട്ടോ. മാറ്റിനൊക്കെ ഇതുപോലത്തെ പരിപാടിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് അവരാദ്യമേ വലിക്കാം. ഓക്കെ, ഇങ്ങനെ പൊളിഞ്ഞു വരും കേട്ടോ വലിക്കുന്നതിന്. കൊള്ളാലോ. വലിയുടെ ആവേശം കൂടി കേട്ടോ. ശരിക്കും വലിച്ച് അങ്ങ് ടോപ്പ് വരെ പൊളിച്ചിട്ടുണ്ട്. നൈസ്. ഇത് നല്ലൊരു പരിപാടി. ശരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പെട്ടെന്ന് തന്നെ ഈ ഒരു പന ഉണങ്ങാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അത്രയും മാത്രം പൊളിച്ചാൽ മതി. ഇനിയിപ്പം അതങ്ങനെ തൂക്കിയിടും കേട്ടോ. വി ഫിനിഷ്. ശരിക്കും ഉണ്ടല്ലോ, ഈ ഒരു പനയുടെ തലഭാഗം ഉണങ്ങിയെങ്കിലും ഇതിൻ്റെ ചൂടുഭാഗമൊന്നും ഉണങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. ചോടൊക്കെ ശരിക്കും പച്ച പോലെ തന്നെയുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഉണങ്ങും. അതിൻ്റെ ഉള്ളിൽ പുഴുക്കളും മറ്റു സാധനങ്ങളൊക്കെ കൂട്ടുകയും ചെയ്യും. എന്തായാലും അതിൻ്റെ പുറത്തുണ്ടായിരുന്ന മറ്റേ പരാത സസ്യമായിട്ടുള്ള ഈ ഒരു ചെടിയില്ലേ, ഈ ഒരു ചെടിയുടെയൊക്കെ ലൈഫ് തീർന്നു കേട്ടോ. അതുപോലെ ലൈഫ് തീർന്ന് ഇവർ മുറിച്ച് താഴെ ഇട്ട ഒരു പന ഇതുണ്ട്, അതാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്ന പുഴുക്കളെയൊക്കെ ഓൾറെഡി കളക്ട് ചെയ്തു കേട്ടോ. മൊത്തത്തിൽ തീർന്നു. ഇവിടെയൊക്കെ ഉണ്ടല്ലോ നല്ല ചെളി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ചെളിയാണ്. പിന്നെ ഇതുപോലെ ചെളി ഉണ്ടാകുമ്പോൾ ഒരു മണം ഉണ്ടാവുമല്ലോ, ആ മണം നിങ്ങൾക്ക് ഒരിക്കലും
ഫീൽ ചെയ്യാൻ പറ്റില്ല, അതെനിക്കറിയാം. അതെനിക്ക് ഇവിടെ നിൽക്കുന്ന എനിക്ക് മാത്രമേ അത് കിട്ടത്തുള്ളൂ. പക്ഷേങ്കിൽ അതുപോലെ സ്മെല്ല് അനുഭവിച്ച ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സ്മെല്ല് കൂടി മനസ്സിൽ കണ്ടിട്ട് വേണം കേട്ടോ ഈ ഒരു വീഡിയോ കാണാനായിട്ട്. അപ്പം മനസ്സിലായിട്ടില്ലേ, മിന്നുന്നതെല്ലാം പൊന്നല്ല. നമ്മൾ ഈ ജുറാസിക് പാർക്കും മറ്റ് സിനിമയിലൊക്കെ കാണുന്ന പോലെ കാറ്റിക്കൂടി നടക്കാനും ഓടാനൊന്നും അത്ര വലിയ സിമ്പിളായിട്ടുള്ള പരിപാടിയല്ല കേട്ടോ. ഇതുപോലെ മണവും ചെളിയും മുള്ളും അതുപോലെ പല കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതാ ഇവിടെയുള്ള ഈ ഒരു മരവും അതും മരിച്ചു കഴിഞ്ഞു. അപ്പം അതിൻ്റെ താഴെയും അതുപോലെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരത് കട്ട് ചെയ്യുന്നത്. അപ്പം വലിയത് എന്താ പറയുക, പഴുത്തല വീഴുമ്പോൾ പച്ചില ചിരിക്കുമെന്ന് പറയുന്ന പോലെ ഇവിടെ ചിരിച്ചുകൊണ്ട് ഇതിൻ്റെയൊക്കെ ചെറിയ പനകൾ ഇതാ അതിവിടെ നിൽപ്പുണ്ട്. നിനക്കും ഒരു നാൾ വരും എന്നുള്ളത് ഓർത്താൽ നിൻ്റെ ചിരി കുറയും കേട്ടോടാ. ഇപ്പോൾ ഇവരത് പൊളിക്കാൻ നോക്കിയിട്ട് അത് പറ്റുന്നില്ല. എന്നാലും ഇപ്പോൾ ഈ ഒരു പന വന്നിട്ട് മുറിച്ച് ഇടുവാണെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇവിടെ ഉണ്ടല്ലോ ഈ പന ഒരു സാധാരണക്കാരൻ പനയല്ല. ഇതിൻ്റെ ഇത് കണ്ടോ നിങ്ങൾ, ഇതിൻ്റെ താഴെയെല്ലാം ഭാഗത്ത് ഇത് കണ്ടോ വലിയ വലിയ മുള്ളുകളുണ്ട് കേട്ടോ. നമ്മൾ അറിയാതൊക്കെ ചാരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുള്ളിലോട്ട് ഇതാവുക. ഈ ടൈപ്പ് പന നമ്മുടെ നാട്ടിലുണ്ടോ? ഭാഷ അറിയത്തില്ലെങ്കിലും ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരന് ഇംഗ്ലീഷ് അറിയില്ല. അപ്പം എന്നോട് ഇത് മറിഞ്ഞ് വീഴുവാണെങ്കിൽ ആ സൈഡിലോട്ട് വേണം ഓടാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. യാ ഐ ക്യാൻ സീ. അങ്ങോട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. വീഴുന്നുണ്ട്. ഒരു വെടിക്കെട്ട് കഴിഞ്ഞ പോലെ ഉണ്ട് കേട്ടോ. നൈസ്. ഇത് മുറിച്ചിട്ടുള്ള ഇതിൻ്റെ ഉത്ഭവം കണ്ടില്ല നിങ്ങൾ. ശരിക്കും ഇത് പഴയതായതുകൊണ്ടാണ് ഇവർ ഇതിൻ്റെ പൊടിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്രഷായിട്ടുള്ള സാധനമാണ് മുറിക്കുക. അന്നേരം നല്ല വെള്ള കളറായിരിക്കും ഇതിൻ്റെ അകഭാഗം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഇത് ഓൾറെഡി ഫെർമെൻറ്റഡ് ആയി, അതുകൊണ്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇത് ഇവർ ചെയ്യുക, ഇങ്ങനെ വിടും. ഇങ്ങനെ വിട്ട് ഒരു മാസം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തേക്ക് പുഴു ഉണ്ടാവും. പിന്നെ നമുക്ക് ആ ഒരു പുഴുവിനെ, നമുക്കല്ല ഇവർക്ക് ആ ഒരു പുഴുവിനെ കഴിക്കാൻ പറ്റും. ഇവർ കഴിക്കുക നല്ല പ്രോട്ടീൻ റിച്ചാണ് ആ ഒരു പുഴു എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇത് പിന്നെ മുറിക്കാനായിട്ട് അതായത് ചെറിയൊരു വിടവ് പോലെ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് ആ ഒരു കൊമ്പ് ഇങ്ങനെ അറ്റം മൂർപ്പിച്ച് എടുക്കുന്നത്. You told me not need to run. That's why. ഞങ്ങളിവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ ഇവിടെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നൊരു ഓല ഉണ്ടായിരുന്നു. അത് അതിൻ്റെ പക്കത്ത് താട്ട് വന്നു. ഞാൻ അവിടെ നിന്ന് ഓടിച്ചാടിയതാ ഇവിടം വരെ എത്തി. ഇനിയിപ്പോൾ കാല് വലിച്ചു പറഞ്ഞ ചെളിയുന്നത്. ശരിക്കുണ്ടല്ലോ ആ ഒരു ആപ്പില്ലേ, ആപ്പ് അടിച്ച് കയറ്റിയിട്ട് തന്നെയാണ് കേട്ടോ അത് വിണ്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ അധ്വാനിയായിട്ടുള്ള മാർട്ടിനെ അതിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, പണി ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മാർട്ടിനെ അടിച്ചത് പൊളിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. യെസ് മാർട്ടിൻ, യു ക്യാൻ. യെസ്. അച്ഛക്ക് ഇവിടെയും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ അടുത്തത് എൻ്റെ ടൈമാണ്. എൻ്റെ ആരോഗ്യം കാണിക്കാനുള്ള ടൈമായി. ദൈവമേ പാളിക്കരുതേ. ഈ പണിയിൽ ഞാൻ ശോഭിക്കും. ഓക്കെ അച്ഛാ ഇനി പെട്ടെന്ന് കഞ്ഞി പിടിക്കണം. അയ്യോ താങ്ക് യു. എൻ്റെ ക്യാമറമാൻ ഉണ്ടല്ലോ അലക്സ് ആണ്. നെക്സ്റ്റ് വൺ. യു ഇംപ്രസ്ഡ്? ഓക്കെ, ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അടുത്ത ഇവിടെ അടിക്കാം എന്നാണ് കേട്ടോ പറഞ്ഞത്. അതിന് ചെറുതായിട്ട് നമ്മൾ അടിച്ച് കയറ്റിയിട്ട് യെസ്. अच्छा नहीं means no. अच्छा नहीं means it's not good. yes. ഉച്ചപ്പണിയായി കേട്ടോ ഉച്ചക്കത്തേക്കുള്ളത്. ഞാനുണ്ടല്ലോ എൻ്റെ താലം മെത്തിലേക്ക് കൈമാറിയിട്ടുണ്ട്. പുള്ളിക്കാരിനോട് അടിച്ചോളം പറഞ്ഞ്. അപ്പം അടുത്ത ആപ്പ് ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇത് പുള്ളിക്കാരി സ്ട്രോങ് വുമൺ ആണെന്നാണ് പറഞ്ഞത്. സോ ലെറ്റ് സി. ഫസ്റ്റ് യു ക്യാൻ ടേക്ക് സ്ലോലി. യെസ്. മെത്തിലിൻ്റെ ഉണ്ടല്ലോ സ്ട്രോങ് അടിച്ച ആ സാധനം ആപ്പ് തന്നെ തെറിപ്പിച്ച് കളഞ്ഞു. അമ്മാരി അടിയാണ് കേട്ടോ അടിച്ചത്.
ഇതുണ്ടല്ലോ ഓൾമോസ്റ്റ് അത് എൻഡിൽ ഓപ്പൺ ആക്കാത്ത രീതിയിൽ ഇവിടം വരെയാണ് ഇങ്ങനെ തുളച്ച് വെച്ചേക്കുന്നത്. അതങ്ങനെ കയറി ആ ഒരു അവിടം വരെ അതുകൊണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് തുറന്നിട്ടില്ല. ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിൽ കൂടി ഉള്ള ഒരു ഓക്കെ എന്താ ഒരു ഇൻസെക്റ്റ് വന്ന് കയറിയിട്ട് അതിൻ്റെ അകത്ത് മുട്ടയിട്ടതിന് ശേഷം ഇതിൻ്റെ അകത്ത് വേംസ് ഉണ്ടാവും. ഇത് മുഴുവനായിട്ട് തുറന്നിടാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തുറന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പന്നികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണിത്. അതുങ്ങൾ വന്ന് തിന്നിട്ട് പോകും. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ലേ കണ്ടത്. ഇതിനിപ്പോൾ ഉണ്ടായി കിടക്കുന്ന ലാർവയുള്ള സ്ഥലത്തേക്ക് പോകാം. അവിടെ നമുക്ക് ആ ഒരു പുഴുവിനെ പെറുക്കാം കേട്ടോ. പിന്നെ കഴിക്കാനുള്ളതാണ്, തകർക്കും നമ്മളിന്ന്. നടന്നിടന്നുണ്ടല്ലോ പുള്ളിക്കാരനും വിശന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും വിശന്നു. ആ മത്സം ആ പുള്ളി വയറ്റത്ത് ഇങ്ങനെ അടിച്ച് കാണിക്കുമായിരുന്നു, വിശന്നു. അത് നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് സമയം 12:30 ആവാറായി കേട്ടോ. അപ്പം ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ലാർവേനെ പിടിക്കാനായിട്ട് പോകാമെന്നുള്ളത്. വാട്ട് ഈസ് ഇറ്റ്സ് നെയിം ദിസ് വൺ? വാട്ട് ഇറ്റ്സ് കോൾഡ് ദിസ് വൺ? ടേഗെ. ഓക്കെ, ടേഗെ എന്നാണ് കേട്ടോ ഈ ഒരു വലിയ കത്തിക്ക് ഇവർ പറയുന്നത്. ഓക്കെ, ഹൗ ടു സേ താങ്ക് യു? മസൂറ ബഗാത്ത. ഓക്കെ, അങ്ങനെ നമ്മളുടെ കാട്ടിലത്തെ ഒരു കുറച്ച് നേരത്തെ ഉച്ചവരെയുള്ള പരിപാടി കഴിഞ്ഞ് തിരിച്ചെത്തിക്കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ നമ്മളുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് വീഴാതെ അപ്പുറം കിടന്ന് കൈയും കാലുമൊക്കെ ഒന്ന് കഴുകണം കേട്ടോ. എൻ്റെ പൊന്നെ, നമുക്കുണ്ടല്ലോ എന്തായാലും ഇന്നിനിപ്പം കുളിക്കാൻ നിൽക്കണ്ട. ഇന്നലെ വന്നപ്പം ഇവിടെ നിന്നായിരുന്നു നമ്മൾ കുളിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അത്യാവശ്യം നല്ല തണുത്ത വെള്ളമാണ്, കാട്ടിൽ നിന്ന് മഴ പെയ്ത് ഒഴുകി വരുന്ന വെള്ളമാണ്. ഇന്നലെ മഴ പെയ്തായിരുന്നു, അതുകൊണ്ടാണ് വെള്ളത്തിന് ചെറിയൊരു കളർ വ്യത്യാസമുള്ളത്. ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ ഇതിലും കളർ മോശമായിരുന്നു, ഇപ്പോൾ ക്ലിയറായി. യെസ് അവിടെ ഒരാളുണ്ടല്ലോ, ഞങ്ങൾ അങ്ങ് വരുമ്പോഴേ ഹലോ എന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ എന്നോട് അവൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ ആളാണ്, കുഞ്ഞിക്കുട്ടി. അവനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ ഇവൻ ആൾ വില്ലനാണ്. ഇത് ഇവൻ്റെ അനിയത്തിയാണ്, കുഞ്ഞത്. ഇവൻ ഇടയ്ക്കിടയ്ക്ക് അതിനെ പോയി തല്ലുമൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതിനെ ഇടയ്ക്കിടയ്ക്ക് കരയിക്കേ. ഇവളാണെങ്കിൽ വില്ലത്തിയാണ്. അങ്ങനെ വേദന എടുത്തില്ലെങ്കിലും വെറുതെ ഒച്ചയുണ്ടാക്കുക അവനെ തല്ലു വിളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കണ്ട വെറുതെ സൗണ്ടാണ്. ഇത് വീട്ടിലും ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. നിവാനും അതുപോലെ തന്നെ ധ്രുവും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് കൂടുമ്പോഴേ വെറുതെ സൗണ്ട് ഉണ്ടാക്കുക. അതുണ്ട അവൻ അവിടെ നിന്ന് വെറുതെ കളിയാക്കുകയാണ്. എന്നിട്ട് ഇവളെ അത് കാണുമ്പോൾ ഇവക്ക് അങ്ങോട്ട് മൂക്കും. ഞാനുണ്ടല്ലോ ഒന്ന് കൊച്ചിനെ എടുത്തിട്ട് ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്, പക്ഷേ കരച്ചിലിൻ്റെ സൗണ്ട് കൂടി കേട്ടോ. ഇത് മിക്കവാറും എനിക്ക് തല്ല് കിട്ടും. നോ, ഓക്കെ, ഇറ്റ്സ് യുവർ ടേൺ. ഈ ആളാണ് മൂത്ത ചേട്ടൻ. അപ്പം അവൻ വന്നു ഇത് എടുത്തു. കരയില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്സാന അങ്ങനെ എങ്ങോട്ടാണ് കേട്ടോ കരയില്ലെന്ന് പറയുന്നത്. അകത്ത് വന്നിട്ടുണ്ടല്ലോ നമുക്ക് വേണ്ട ഫുഡ് ഇവർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പം എന്താണോ ഭക്ഷണം നിറഞ്ഞുകൂടാ, എന്തായാലും ഇതിവിടെ ആകുന്നുണ്ട്. എന്നാലും ഇവർ തരുന്ന ഫുഡൊക്കെ ഉണ്ടല്ലോ. കറി, വാട്ട് കറി? ഗുലായി. വെജിറ്റബിളിൻ്റെ എന്തോ ഒരു ഐറ്റമാണ്. എന്തായാലും നല്ല ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ ഇവരുണ്ടാക്കുന്നത്. തെമ്പെ. ഓക്കെ, ഈ തെമ്പയൊക്കെ നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, ഓർക്കുന്നുണ്ടോ നിങ്ങൾ തെമ്പയൊക്കെ എന്താണ് സാധനം എന്ന്? നമ്മുടെ അപ്പൂപ്പന്മാരുണ്ടല്ലോ അവരെന്നായപ്പം വന്ന പാടെ തന്നെ നമ്മളുടെ സാഗുവിൻ്റെ അത് ഓൾറെഡി ഫ്രൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള അത് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എന്താണ് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതൊക്കെ ഉള്ളത്. അതും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു ഞൗണിങ്ങയില്ലേ, ഞൗണിങ്ങയുടെ വലുത്. ഓക്കെ, ഈ സാധനം അപ്പം അതും കൂടിയാണ് ഒരുമിച്ച് കഴിക്കുന്നത്. ഈ സാധനം ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചെറുത്, അതായത് നമ്മൾ മേഘാലയ പോയ സമയത്ത് നമ്മൾ അവിടെ നിന്നും പുഴയിലൊക്കെ പോയി കളക്ട് ചെയ്ത് ഇത് പറിച്ച് കഴിച്ചിട്ടുണ്ട്. ഇത് പെറുക്കി കൊണ്ടുവന്ന് കുക്ക് ചെയ്തിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. ഇതും കുക്ക് ചെയ്ത് തന്നെയാണെന്ന് തോന്നുന്നു, ബോയിൽ ചെയ്തതാണ്. ഇതാണ് കേട്ടോ ഇവരുടെ ഇത്രയും കഠിന പണിയെടുക്കുന്ന ആരോഗ്യത്തിൻ്റെ രഹസ്യം. ഇവരുടെ ഭക്ഷണം ഇതാണ്. നമ്മളെപ്പോലെ ചോർന്നുമല്ല ഇവർ ഈ പണി കഴിഞ്ഞ് വന്നിട്ട് ആദ്യമേ കഴിക്കുന്നത് ഇതൊക്കെയാണ്. അതുണ്ടല്ലോ എന്തോ ഒരു ചട്നി ഉണ്ട് നിങ്ങൾ, ആ ഒരു ചട്നിക്കകത്ത് കൂടി മുക്കിയിട്ടാണ് കേട്ടോ ഇവർ കഴിക്കുന്നത്. ഭക്ഷണത്തിന് ശേഷം വീണ്ടും നമുക്ക് കാട് കയറാനുള്ളതാണ്. എന്തൊക്കെയാണ് ഇനി കാത്തിരിക്കുന്നതെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.